നീ പഠിച്ചിരിക്കേണ്ടതായി ഒരു പാഠമേ ഉള്ളൂ. ജ്ഞാനികളിൽ ജ്ഞാനിയായ വൃദ്ധൻ്റെ പ്രൗഢഗംഭീരമായ സ്വരം. ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. അപ്പോഴും കൈവശമുള്ള കരണ്ടിയും അതിലെ 2 തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം. അതുതന്നെയാണ് സന്തോഷത്തിൻ്റെ രഹസ്യം. വൃദ്ധൻ കഥ പറഞ്ഞു നിർത്തി. ഇടയൻ നിശബ്ദനായിരുന്നു. കഥയുടെ ഗുണപാഠം അവൻ്റെ മനസ്സിൽ പതിഞ്ഞു. ഇടയൻ്റെ മോഹം നാട് ചുറ്റി കാഴ്ചകൾ കാണുകയാവാം. ആയിക്കോട്ടെ, അപ്പോഴും അവൻ്റെ കണ്ണ് സ്വന്തം ആട്ടിൻകൂട്ടത്തിൻ്റെ മേൽ തന്നെയുണ്ടാകും. വിശ്വസാഹിത്യകാരനായ പൗലോ കൊയ്ലോയുടെ തൻ്റെ ആൽക്കമിസ്റ്റ് എന്ന കഥയിലൂടെ അദ്ദേഹം ലോകത്തിന് കാണിച്ചു തന്ന ഒരു വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യം. സാന്റിയാഗോ എന്ന ഇടയബാലകൻ സ്വപ്നം തേടി നടക്കുന്ന യാത്ര. അവൻ്റെ യാത്രക്കിടയിലെങ്ങോ ഒരു വൃദ്ധൻ അവന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം. അതെ, ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങളിലും ആസ്വാദനങ്ങളിലും നമ്മൾ മുഴുകുക, ആസ്വദിക്കുക. ഇതെല്ലാം അതിനുവേണ്ടി ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നതാണല്ലോ. എങ്കിലും എത്രയൊക്കെ ആഡംബരങ്ങളും എത്രയൊക്കെ ആസ്വാദനങ്ങളും ആസ്വദിച്ചു കൊള്ളട്ടെ, മനസ്സിൻ്റെ പവിത്രതയും പരിശുദ്ധിയും എന്നേക്കുമായി നിലനിർത്തുക. അതെ, വളരെ അർത്ഥവത്തായി വരിക.